മരണഭയത്തെ മറികടക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ ഒരു ദിവസം ഒരു വ്യക്തി വിളിച്ച് ചോദിച്ചൊരു ചോദ്യവും കൂടിയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കിയപ്പോൾ അത് വളരെ അർത്ഥവത്താണെന്ന് തോന്നി. നമുക്ക് ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മരണഭയത്തെ മറികടക്കാൻ സാധിക്കുമോ? അതിനെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കൊന്നും ചെയ്യാനില്ല. അതിനെ മറികടക്കുക മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. ജാതസേഹി ധ്രുവോ മൃത്യു എന്ന ഭഗവത്ഗീത 2:27 പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ജനിച്ചവർക്കെല്ലാം മരണം ഉറപ്പാണ്. ജനിച്ചാൽ എന്തെങ്കിലും ഒന്ന് മരിക്കണം. അത് സുനിശ്ചിതമാണ്. അത് 10 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ പണ്ട് നാരായണത്ത് ഭ്രാന്തൻ വരം ചോദിച്ച പോലെ നീട്ടിവെക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് മനുഷ്യർക്കൊന്നും അത് സാധ്യമല്ല. ഭഗവാൻ ഉറപ്പ് പറയുന്നുണ്ട്. ജനിച്ചാൽ അത് മരണം സുനിശ്ചിതമാണ്. മരണത്തിൽ നിന്ന് ആർക്കും തന്നെ മോചനമില്ല. അതായത് ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുട്ട് മൂടിക്കിടക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ചിത്തത്തിൽ ഇരുട്ട് മൂടിക്കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ആ പ്രക്രിയയിലേക്ക് അല്പം വെളിച്ചം പകർന്ന് കൊടുക്കുക എന്നുള്ളതാണ്. മരിച്ചവരാരും തിരിച്ചു വന്ന് അവരുടെ അനുഭവങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ മാതാപിതാക്കളോ വേണ്ടപ്പെട്ടവരോ ഒക്കെ മരിച്ചുപോയി, എന്നിട്ട് അവർ തിരിച്ചു വന്ന് ഞാൻ അവിടെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു നമ്മളോട് ആരും അനുഭവങ്ങളൊന്നും നേരിട്ട് വിവരിച്ചിട്ടില്ല. പിന്നെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുള്ള ബുക്കുകളും പുരാണങ്ങളും ഗരുഡപുരാണവും അതുപോലെ സ്മൃതിയൊക്കെ വായിച്ച് നമ്മൾ അതിൽ നിന്ന് കേട്ട അറിവുകളൊക്കെയാണ് നമുക്കും അറിവുള്ളൂ. അപ്പോൾ അതിന് തക്കവണ്ണം ഇതുവരെ ആരും തിരിച്ചു വന്ന് നമ്മളോട് ഷെയർ ചെയ്തിട്ടില്ല അവരുടെ അനുഭവങ്ങൾ. പിന്നെ എങ്ങനെയാണ് മരണാനന്തര കാര്യങ്ങളെപ്പറ്റി അറിയാൻ പറ്റുക? അത് അവിടെ ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പറയുന്നു, ഇപ്പൊ എന്നോടാണെങ്കിലും പലരും വിളിച്ച് നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇതിനെക്കുറിച്ച് എന്ന് ചോദിച്ചു. അത് എന്താണ്, അതിന് ഈ മരണാനന്തര കർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് ഈ പുരാണങ്ങളും ഈ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന അറിവുകളും അവർ നമുക്ക് കൈമാറിയിട്ടുള്ള ആ ഒരു സ്മൃതിയിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഗരുഡപുരാണമൊക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്കാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അതിൽ പറയുന്ന ഗൂഢരഹസ്യങ്ങളുണ്ട്. ഈ ഗൂഢരഹസ്യങ്ങൾ നമ്മുടെ പഴയ ഈ ഋഷിവര്യന്മാര് താളിയോലകൾ, കാരണം നമ്മളുടെ സംസ്കാരങ്ങളാണ് ഇന്ന് മറ്റു പലരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗൂഢരഹസ്യങ്ങൾ കണ്ടറിയാനുള്ള ഒരു കരുത്ത് സുദീർഘമായിട്ടുള്ള തപസ്സിലൂടെയും സൂക്ഷ്മമായിട്ടുള്ള ചിന്തകളിലൂടെയൊക്കെ ആർജിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഋഷിവര്യന്മാര്. ആ സത്യവചസ്സുകളുടെ, അവരുടെ സത്യവചസ്സുകളായ ഋഷീശ്വരന്മാരുടെ വചനങ്ങളിലേക്കുള്ള ഒരു ശ്രദ്ധ തിരിക്കലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അവരൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഓലകളിലൂടെ എഴുതി വെച്ചിട്ടും അത് പിന്നീട് ബുക്കുകളായിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതിനെ കുറേയൊക്കെ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ കുറേ വേണ്ടാത്ത കാര്യങ്ങളും കൂടെ എഴുതി ചേർക്കുന്നു. അപ്പോൾ ഈ സത്യവചസ്സുകളുടെ കാര്യത്തിൽ മരണാനന്തരവും ജീവൻ തുടർന്ന് ചരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ മരണാനന്തരം ഞാൻ ഇല്ലാതായി പോവും എന്നൊരു ധാരണ. അപ്പൊ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് വായിക്കുമ്പോൾ മരണാനന്തരം ഇപ്പൊ ഞാൻ ഇല്ലാതായാൽ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നിലനിന്ന് പോവുക, ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കും, ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എങ്ങനെ ജീവിക്കും എന്നാൽ ഇല്ലാതായി പോവുമെന്ന ധാരണ അതിന് ഒരടിസ്ഥാനവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഇരുട്ട് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആദ്യം വെളിച്ചം പകർന്ന് പുറത്തേക്ക് എടുക്കുക. ജീവൻ മരിക്കുന്നില്ല എങ്കിൽ പിന്നെ മരിക്കുന്നത് എന്താണ്? അടുത്ത ചോദ്യം അതാണ്. ജീവൻ മരിക്കുന്നില്ല, പിന്നെ അടുത്തത് എന്താണ് മരിക്കുന്നത്? സ്ഥൂല ശരീരം മാത്രമാണ്. അത് മർത്യമാണെന്ന് ശ്രുതി പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. മർത്യനാണ്, അത് സ്ഥൂല ശരീരം. ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഈ സ്ഥൂല ശരീരം വിടുന്നുള്ളൂ. അപ്പോൾ ഈ സ്ഥൂല ശരീരം അങ്ങോട്ട് പോയിട്ട് അടുത്ത പുതിയൊരു ഷർട്ടിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ ചിന്തിച്ചാൽ മതി. ശരീരത്തിന് ബാല്യവും കൗമാരം യൗവനം ജര അഥവാ വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുന്ന പോലെ വാർദ്ധക്യത്തെ തുടർന്ന് ശരീരത്തിന് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിൽ 2:13 പറഞ്ഞു തരുന്നുണ്ട് ഭഗവാന്. അത് ഭീകര ഒരു അനുഭവമായിട്ട് കണ്ട് അതിനെ നമ്മൾ വായിക്കേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് അതിനെ സുഖമായിട്ട് നല്ല രീതിയിൽ കാണുക. നമ്മുടെ ശരീരം പഴയതായി, അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഷർട്ട് പഴയതായി, അപ്പൊ അതിനെ നമ്മൾ കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഷർട്ട് ഊരി കളഞ്ഞിട്ട് വേറൊരു ഷർട്ട് ഇടുന്നു. അപ്പൊ സ്ഥൂല ശരീരം വിട്ടു പോയിട്ട് പുതിയൊരു ഷർട്ട് ഇട്ട് നമ്മൾ തിരിച്ചു വരുന്നു, പുതിയൊരു വ്യക്തിയായിട്ട് തിരിച്ചു വരുന്നു. ചിലപ്പോൾ അത് ഈ കുടുംബത്തിലാവില്ല, അല്ലെങ്കിൽ ഈ അച്ഛനമ്മമാരിലാവില്ല, വേറെ എവിടെ. അതിന് നല്ല കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സൽചിന്തകളും സൽപ്രവർത്തികളും സഞ്ചിത കർമ്മങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഭംഗിയായിട്ടാണ് പോകുന്നതെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ ഇനി വരുന്നത് നല്ല രീതിയിൽ. ചില ആളുകൾ പറയാറുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും ഈ ജന്മം മൊത്തം എനിക്ക് 59 വയസ്സായി, ദുരിതം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടായിട്ടില്ല, എന്നും ദുരിതങ്ങളാണ്. എന്തുകൊണ്ട്? അവരവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അപ്പം നമ്മൾ അവരോട് പറയും, പൊന്നു ചേട്ടാ ജാതകം നോക്കി 59-ാം വയസ്സിൽ നിന്ന് രക്ഷപ്പെടൽ ബുദ്ധിമുട്ടാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇന്ന് മുതൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യൂ. പറയും, ഞാൻ കുറേ ക്ഷേത്രത്തിൽ പോയി എന്നിട്ടും നല്ലത് വരുന്നില്ല, ഇപ്പം ഞാനൊന്നും ചെയ്യാറുമില്ല. അപ്പോൾ ഇനിയെങ്കിലും ഈ 59 വയസ്സ് വരെ ഇങ്ങനെയാണ് ദുരിതങ്ങൾ മാത്രമാണെങ്കിൽ ഇനിയുള്ള ഒരു 10 കൊല്ലം, 69 വയസ്സ് വരെ ജാതകത്തിൽ നിങ്ങൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഇനിയുള്ള ഒരു 10 വർഷമെങ്കിലും കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യൂ. മരിക്കാൻ പോകുന്ന സമയത്തെങ്കിലും നമുക്ക് എന്താണ് മോക്ഷപ്രാപ്തി
പുത്രപ്രാപ്തി ഉണ്ടാവട്ടെ. അപ്പോൾ സഞ്ചിത കർമ്മങ്ങളെ നമ്മൾ കൊണ്ടുവരാതിരിക്കാനായിട്ട് ഈ ജന്മം തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുക, സങ്കടപ്പെട്ട് ദുഃഖപ്പെട്ടിരിക്കാതെ. അത്രയേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ.